സമുദ്ര വ്യാപാര പാതകളിലെ അരക്ഷിതാവസ്ഥയും പ്രാദേശിക ശക്തികൾ തമ്മിലുള്ള വാക്പോരുകളും പശ്ചിമേഷ്യയെയും ചുറ്റുമുള്ള സമുദ്ര മേഖലകളെയും വീണ്ടും ഒരു നിർണായക ഭൗമ രാഷ്ട്രീയ ഭീഷണിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഗൾഫ് ഓഫ് ഏതൻസിൽ നിന്നുയരുന്ന ഈ അപായ സന്ദേശങ്ങൾ കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് തന്ത്രപ്രധാനമായ അന്താരാഷ്ട്ര കടൽപാതകളിൽ രൂപപ്പെടുന്ന ഗുരുതരമായ സുരക്ഷാ പ്രതിസന്ധിയുടെ കൃത്യമായ പ്രതിഫലനമാണ്. വിദേശ എണ്ണക്കപ്പലായ സീമൂൾ, ചരക്ക് കപ്പലായ ലുത്തൂഫ് എന്നിവ സായുധരായ കടൽക്കൊള്ളക്കാർ തട്ടിയെടുക്കുകയും 16-ലധികം ഇന്ത്യക്കാരുൾപ്പെടെയുള്ള ജീവനക്കാരെ തടവിലാക്കുകയും ചെയ്ത സംഭവം ആഗോളതലത്തിൽ വലിയ നയതന്ത്ര ഭീതി ഉയർത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾ കൂടുതൽ സങ്കീർണമാകുന്ന ഈ ഘട്ടത്തിൽ സൊമാലിയൻ തീരങ്ങളിൽ കടൽക്കൊള്ളക്കാരുടെ ഈ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തിപ്പെടുന്നത് അന്താരാഷ്ട്ര നാവികസേനകൾക്കും ആഗോള കപ്പൽ വ്യവസായത്തിനും ഒരുപോലെ വൻ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഗൾഫ് ഓഫ് ഏതൻസിൽ യമനിലെ അൽ മുക്കല്ലയിൽ നിന്ന് 136 നോട്ടിക്കൽ മൈൽ അകലെ വച്ചാണ് വിദേശ എണ്ണക്കപ്പലായ സീമൂൾ അഥവാ MT സിബു എന്ന കപ്പൽ 6-അംഗ സായുധ സംഘം അതിക്രമിച്ചു കയറി പിടിച്ചെടുത്തത്. ഈ എണ്ണക്കപ്പലിൽ ഉണ്ടായിരുന്ന 20 ജീവനക്കാരിൽ 16 പേരും ഇന്ത്യൻ പൗരന്മാരാണ്. കൂടാതെ ഒരു സിറിയൻ പൗരനും ഒരു സുഡാനിയും ഒരു ഇറാഖിയും മറ്റൊരു ജീവനക്കാരനും കപ്പലിലുണ്ട്. തടവിലാക്കപ്പെട്ട ജീവനക്കാർ നിലവിൽ സുരക്ഷിതരാണെന്ന് സമുദ്ര സുരക്ഷാ ഏജൻസികളും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ടെങ്കിലും കപ്പൽ സോമാലിയൻ തീരത്തേക്ക് മാറ്റിയിരിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഇറാന്റെ നിയമവിരുദ്ധ എണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിഴൽ കപ്പലുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷം ഡിസംബറിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ കപ്പലുകളിൽ ഒന്നാണ് ഇത് എന്നത് സമുദ്ര പ്രതിസന്ധിയുടെ രാഷ്ട്രീയ വ്യാപ്തി വ്യക്തമാക്കുന്നു. ഇതിന് തൊട്ടുമുമ്പ് സൊമാലിയയിലെ പുൻലാൻഡ് തീരത്തു നിന്നും ലുത്തൂഫ് എന്ന കാമറൂൺ പതാകയേന്തിയ മറ്റൊരു ചരക്ക് കപ്പലും കടൽക്കൊള്ളക്കാർ സമാനമായ രീതിയിൽ തട്ടിയെടുത്തിരുന്നു. 6 ഇന്ത്യക്കാരുൾപ്പെടെ 10 ജീവനക്കാരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിൽ സെർബിയൻ സുരക്ഷാ ജീവനക്കാരും ഉൾപ്പെടുന്നുണ്ട്. ടാൻസാനിയയിലെ ദാർ എസ് സലാമിലേക്ക് പോവുകയായിരുന്ന ഈ കപ്പലിലേക്ക് AK-47 തോക്കുകളേന്തിയ 8-അംഗ സായുധ സംഘമാണ് ഇരച്ചു കയറിയത്. ജീവനക്കാർ ആദ്യം കപ്പലിലെ സുരക്ഷിത മുറിയായ സിറ്റാഡലിൽ അഭയം പ്രാപിച്ചുവെങ്കിലും കടൽക്കൊള്ളക്കാർ അത് തകർത്ത് ജീവനക്കാരെ തടവിലാക്കുകയായിരുന്നു. തുടർന്ന് കപ്പലിന്റെ നിയന്ത്രണം പിടിച്ചെടുത്ത ഇവർ സൊമാലിയയിലെ പുൻലാൻഡ് തീരത്തേക്ക് കപ്പൽ മാറ്റുകയായിരുന്നു. 2011 അന്താരാഷ്ട്ര നാവികസേനകളുടെ സജീവമായ പെട്രോളിങ്ങിനെയും സുരക്ഷാ മാനദണ്ഡങ്ങളെയും തുടർന്ന് പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ട സൊമാലിയൻ കടൽക്കൊള്ള ഭീഷണി വീണ്ടും ദൃശ്യമാകാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് ആഗോള ഗതാഗത മേഖലയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ചെങ്കടൽ മേഖലയിൽ യമനിലെ ഹൂതി വിമതരുടെ ആക്രമണങ്ങൾ രൂക്ഷമായതോടെ അന്താരാഷ്ട്ര നാവികസേനകളുടെ ശ്രദ്ധ വടക്കോട്ട് കേന്ദ്രീകരിക്കപ്പെട്ടതാണ് സൊമാലിയൻ തീരങ്ങളിൽ കടൽക്കൊള്ളക്കാർ വീണ്ടും വീണുകിട്ടിയ അവസരമായി വിലയിരുത്തുന്നത്. സുരക്ഷാ വിടവുകൾ മുതലെടുത്തുകൊണ്ട് ആധുനിക ആയുധങ്ങളുമായി എത്തുന്ന ക്രിമിനൽ സംഘങ്ങൾ വീണ്ടും ചരക്ക് കപ്പലുകളെയും എണ്ണക്കപ്പലുകളെയും ലക്ഷ്യമിടുകയാണ്. ബാബ് അൽ മന്ദബ്, ഏദൻ ഉൾക്കടൽ എന്നീ സമുദ്രപാതകൾ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് മേൽ കടൽക്കൊള്ളക്കാർ നടത്തുന്ന ഇത്തരം കടന്നാക്രമണങ്ങൾ ആഗോള വിതരണ ശൃംഖലയെ വൻതോതിൽ ബാധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നാവിക ഏജൻസികളും ഇന്ത്യൻ നാവികസേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും നിരീക്ഷണം ശക്തമാക്കുന്നുണ്ടെങ്കിലും വിശാലമായ സമുദ്രമേഖലയിൽ എല്ലാ കപ്പലുകൾക്കും ഒരുപോലെ സുരക്ഷയൊരുക്കുക എന്നത് പ്രായോഗികമായി വലിയ വെല്ലുവിളിയാണ്. കടൽക്കൊള്ളക്കാരുടെ തിരിച്ചുവരവ് കപ്പലുകളുടെ ഇൻഷുറൻസ് തുക കുതിച്ചുയർത്തുന്നതിനും ആഗോളതലത്തിൽ ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിനും വഴിവെക്കുന്നുണ്ട്. സമുദ്ര സുരക്ഷാ ഭീഷണികൾക്ക് സമാന്തരമായി പശ്ചിമേഷ്യയിൽ നയതന്ത്ര തർക്കങ്ങളും നിഴൽ യുദ്ധങ്ങളും വൻതോതിൽ ശക്തിപ്പെടുകയാണ്. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതി വിമതരെ സൈനികമായി നേരിടാൻ സൗദി അറേബ്യയ്ക്ക് ആവശ്യമായ ശേഷിയില്ലെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് നടത്തിയ പരസ്യ പ്രസ്താവന മേഖലയിലെ നിലവിലെ സംഘർഷാവസ്ഥയുടെ ആഴം വ്യക്തമാക്കുന്നു. സൗദി സഖ്യസേനയുടെ ആക്രമണങ്ങൾക്ക് തക്കതായ തിരിച്ചടി ഹൂതികൾ നൽകുന്നുണ്ടെന്നും ഇറാൻ ആരോപിക്കുന്നു. മുൻപ് ചൈനയുടെ മധ്യസ്ഥതയിൽ സൗദിയും ഇറാനും തമ്മിൽ നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ ധാരണയായെങ്കിലും യമൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പുകയുന്ന ഭിന്നതകൾ ഇപ്പോഴും പൂർണ്ണമായി ശാന്തമായിട്ടില്ലെന്ന് ഇത്തരം പ്രസ്താവനകൾ തെളിയിക്കുന്നു. യമനിലെ സംഘർഷങ്ങൾ പ്രാദേശിക സുരക്ഷയെ മാത്രമല്ല, ബാബ് അൽ മന്ദബ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും നേരിട്ട് ബാധിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ ശക്തികൾ തമ്മിലുള്ള പ്രോക്സി യുദ്ധങ്ങളിൽ തന്ത്രപ്രധാനമായ സമുദ്ര മേഖലകൾ ആയുധമാക്കപ്പെടുന്നത് ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ അനിശ്ചിതത്വമാണ് ഉണ്ടാക്കുന്നത്. ഇതിനു പുറമെ ഹൂതി വിമതർ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളും ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രാദേശിക നീക്കങ്ങളും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. മേഖലയിൽ സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടയിൽ സമാധാനത്തിനായുള്ള നയതന്ത്ര ഇടപെടലുകളും ശക്തമായി തുടരുന്നുണ്ട്. ജപ്പാൻ വിദേശകാര്യമന്ത്രിയുമായി ഒമാൻ വിദേശകാര്യമന്ത്രി നടത്തിയ ഉന്നതതല ചർച്ചയിൽ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാൻ താൽക്കാലിക സൈനിക നടപടികളല്ല, മറിച്ച് മേഖലയിൽ സുസ്ഥിരമായ സമാധാനം പുലരുകയാണ് വേണ്ടതെന്ന് ഒമാൻ വ്യക്തമാക്കി. അന്താരാഷ്ട്ര ഊർജ്ജ വിതരണത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് ലോകത്തിലെ മൊത്തം എണ്ണ വിതരണത്തിന്റെ വലിയൊരു പങ്കും കടന്നുപോകുന്നത്. ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് ചെറിയ അസ്ഥിരതയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തകിടം മറിക്കാൻ പോകുന്നതാണ്. കൂടുതൽ സൈനിക വിന്യാസങ്ങളോ സംഘർഷ വർധനവോ സമുദ്രപാതകളുടെ സുരക്ഷയ്ക്ക് ശാശ്വത പരിഹാരമാകില്ലെന്നാണ് ഒമാന്റെ പക്ഷം.
ഇറാന്റെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെയും ഇടയിൽ മധ്യസ്ഥത വഹിക്കുന്നതിൽ പരമ്പരാഗതമായി നിഷ്പക്ഷ നിലപാട് പുലർത്തുന്ന ഒമാൻ രാഷ്ട്രീയ തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും അന്താരാഷ്ട്ര സമുദ്ര സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ പ്രാദേശിക സമാധാനം അത്യന്താപേക്ഷിതമാണെന്നും ആവർത്തിക്കുന്നു. പ്രാദേശിക ഭൂരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യം ജനങ്ങൾക്കിടയിൽ വ്യാജ വാർത്തകളും തെറ്റിദ്ധാരണകളും പടരുന്നതിനും ഇടയാക്കുന്നുണ്ട്. യുഎഇയിൽ ജോലി ചെയ്യുന്ന ഈജിപ്ഷ്യൻ പൗരന്മാരെ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വൻതോതിൽ പിരിച്ചുവിട്ടെന്നും അവരുടെ വിസകൾ റദ്ദാക്കിയെന്നുമുള്ള രീതിയിൽ പ്രചരിച്ച വാർത്തകൾ ഇരു രാജ്യങ്ങളും സംയുക്തമായി ശക്തമായി നിഷേധിച്ചു. ഭൗമരാഷ്ട്രീയ തർക്കങ്ങളെ സാമ്പത്തിക തൊഴിൽ മേഖലകളുമായി തെറ്റായി ബന്ധിപ്പിച്ച് പ്രചരിപ്പിക്കപ്പെട്ട തരംതാണ വാർത്തയാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി. യുഎഇയുടെ നിലവിലുള്ള വിസ നിയമങ്ങൾ ലംഘിച്ച ചിലർക്കെതിരെ സ്വീകരിച്ച ഒറ്റപ്പെട്ട നിയമ നടപടികളെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി കൂട്ടിക്കുഴച്ച് ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നുവെന്ന് ഈജിപ്ഷ്യൻ ഉപമന്ത്രിയും വ്യക്തമാക്കുകയുണ്ടായി. ലക്ഷക്കണക്കിന് ഈജിപ്ഷ്യൻ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന യുഎഇയിൽ ഇത്തരം തെറ്റായ പ്രചാരണങ്ങൾ തൊഴിലാളികൾക്കിടയിൽ വലിയ ഭീതി സൃഷ്ടിച്ചിരുന്നു. പ്രാദേശിക സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോഴും രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങളും തൊഴിൽ വിപണിയും സുരക്ഷിതമായി മുന്നോട്ട് പോകുന്നു എന്ന് തെളിയിക്കേണ്ടത് മേഖലയിലെ സ്ഥിരതയ്ക്ക് വളരെ അത്യാവശ്യമാണ്. ലോകമെമ്പാടുമുള്ള മർച്ചന്റ് നേവി ജീവനക്കാരിൽ 3 ലക്ഷത്തിലധികം ആളുകളെ സംഭാവന ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമുദ്രമേഖലയിലെ അസ്ഥിരത അതീവ ഗുരുതരമായ വിഷയമാണ്. ഫിലിപ്പീൻസ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ നാവികരെ വിതരണം ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര കടൽപാതകളിൽ ഉണ്ടാകുന്ന ഏതൊരാക്രമണത്തിലും ഭാരതീയരുടെ ജീവനാണ് കൂടുതൽ അപകടത്തിലാകുന്നത്. സീമുൾ, ലുത്തൂഫ് എന്നീ കപ്പലുകളിൽ നിന്നായി ആകെ 22 ഇന്ത്യൻ നാവികരാണ് നിലവിൽ സായുധ സംഘങ്ങളുടെ കസ്റ്റഡിയിലുള്ളത്. തട്ടിക്കൊണ്ടുപോകപ്പെട്ട എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങളുമായും അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷാ ഏജൻസികളുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കുകയുണ്ടായി. സമുദ്ര ഏജൻസികളായ RPSL-ഉം കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും ഈ നാവിക് ഓൺലൈൻ സംവിധാനം വഴി വിവരങ്ങൾ തത്സമയം ശേഖരിച്ചു വരികയാണ്. അന്താരാഷ്ട്ര നാവിക സേനകൾക്കിടയിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം കപ്പലുകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ആധുനികവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സമുദ്രത്തിലെ കടൽക്കൊള്ളയും കരയിലെ ഭൗമരാഷ്ട്രീയ തർക്കങ്ങളും ഒരേ സമയം ശക്തിപ്പെടുമ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സുഗമമായ മുന്നോട്ടുപോക്കാണ് തടസ്സപ്പെടുന്നത്. പ്രാദേശിക വടംവലികളും ക്രിമിനൽ സംഘങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളും കൂട്ടിമുട്ടുമ്പോൾ കടലിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് സാധാരണക്കാരായ നാവികരുടെ ജീവനാണ് പണയം വെക്കപ്പെടുന്നത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കപ്പുറം അന്താരാഷ്ട്ര നിയമങ്ങളും സമുദ്ര സുരക്ഷാ ഉടമ്പടികളും കൃത്യമായി പാലിക്കുകയും ഏദൻ ഉൾക്കടലിലും ഹോർമൂസ് കടലിടുക്കിലും സമാധാനം ഉറപ്പാക്കാൻ ആഗോള സമൂഹം ഒന്നിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരം ഭീഷണികൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.